ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ എന്നോട് പേഴ്സണൽ റീഡിംഗ് എടുത്ത ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു, എന്താണ് ചേച്ചി കറണ്ട് ഫീലിങ്സ് ചെയ്യാത്തത്, ലവ് റീഡിംഗ് ഇടാത്തത്. നമ്മൾ എപ്പോഴും നമ്മൾ ലവ് റീഡിങ് തന്നെ ഇടുമ്പോഴേ അതൊരു കുറച്ച് പേർക്കെങ്കിലും അതൊരു ബോറിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എപ്പോഴും ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് 3 പൈൽസ് വെച്ചിട്ടുണ്ട്. പൈൽ നമ്പർ 1, 2, 3. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒരു പൈൽ ചൂസ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട്. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1. ഈ ഒരു പൈൽ ചൂസ് ചെയ്ത റീഡിംഗ് ആണ് ആദ്യം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കരുതിയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എന്താണ്. ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത്? കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ്, ദ സൺ, 10 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നിങ്ങളൊരു 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, അല്ലെങ്കിൽ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസിനെയാണ് സ്നേഹിച്ചതെന്ന് തോന്നുന്നു. ആണോ? ഒരുപാട് അത്യാവശ്യം പൈസയൊക്കെയുള്ള സെറ്റിൽഡായ ഒരു വ്യക്തിയാണോ നിങ്ങൾ സ്നേഹിച്ചത്? നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് വളരെ പക്ഷേ ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, 2 കിങ് ഉണ്ട്. 2 വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണോ? അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരാളുടെ തന്നെ 2 എനർജീസ് ആയിരിക്കാം, 2 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഓക്കെ, വളരെ മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും വളരെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ഇത് രണ്ടും ഒരാൾ തന്നെ ആവാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു, നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. ഓക്കെ, നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് ഒരുപാട് സ്നേഹം പ്രതീക്ഷിച്ചു. ഈ വ്യക്തി അങ്ങോട്ടും സ്നേഹിച്ചു, ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സ്നേഹിച്ചു. ഓക്കെ, നല്ല കാര്യം. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ എബ്രോഡ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. എന്തൊക്കെയോ ഒരു ടെൻഷൻസ് ഉണ്ട് ഈ വ്യക്തിക്ക്. മേ ബി വർക്ക് റിലേറ്റഡ് ആണോ? പക്ഷേ ചീറ്റിംഗ് എനർജി കാണുന്നത് കൊണ്ട് തന്നെ, അതായത് നിങ്ങളെ വലിയ മൈൻഡ് ചെയ്യാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ. നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു രീതിയാണ്. ഓക്കെ, കാരണം ഒരുപാട് മറ്റ് കാര്യങ്ങളുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച്. പക്ഷെ നിങ്ങളൊരു ബിലീഫിലാണ് ഈ വ്യക്തി തിരിച്ചു വരും, നിങ്ങൾക്കൊരു സ്നേഹം തിരിച്ച് നിങ്ങൾ പഴയ പോലെ സ്നേഹിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങളിങ്ങനെ ജീവിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളോട് കള്ളം പറയുകയോ നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടാണ് ഈ വ്യക്തിക്ക് ഈ പുറത്തേക്കുള്ള ഒരു നോട്ടം, അതായത് പുറത്തേക്ക് പോകാനുള്ള പ്ലാനിങ് ആയിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിട്ടോ മറ്റെന്തോ കാര്യത്തിന്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ സോഷ്യൽ മീഡിയയിലോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് അയാളില്ലെങ്കിൽ അവളില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ പിക്ചേഴ്സൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ?
റീൽസ് ഇടുക, ഇൻസ്റ്റയിലൊക്കെ പോവുക, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് നിൽക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ വ്യക്തി ഇതെല്ലാം കാണുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്, ശരിക്കും സ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിൽ നിങ്ങളുണ്ട്, പക്ഷേ അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതിന് നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷനുണ്ട്, ഇയാൾ തിരിച്ചു വരില്ലായിരിക്കും, ഈ വ്യക്തി തിരിച്ചു വരില്ലായിരിക്കും എന്നൊരു ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. ഒരിക്കലും ഒരു റീയൂണിയൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അതായത് നിങ്ങളെ മറന്നു പോകും എന്നുള്ളൊരു ചിന്ത. മറന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെയും നമ്മളിട്ടിരിക്കുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയൊന്നും ചെയ്യില്ലല്ലോ. മറന്നിട്ടില്ലെന്നേ. ഓക്കെ. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ സക്സസ് ഇതുവരെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങളൊരു സക്സസ്സിലേക്ക് എത്താൻ, നിങ്ങളൊരു ഫൈനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ വൈസ് ഒക്കെ ഒരു സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. ഓക്കെ. ഈ വ്യക്തി അതിനു വേണ്ടി പോകുന്നതായിരിക്കാം എബ്രോഡ്. അപ്പം എന്തോ ചീറ്റിങ് നടന്നിട്ടുണ്ട് ഇതിനകത്ത്. അത് എന്താ പറയുക, പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങളെ ചീറ്റ് ചെയ്യുകയും ചെയ്തു. ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇതിനകത്ത്. ചെയ്തിട്ടുണ്ടാകും, കാരണം ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത്. അല്ലെ നിങ്ങളോട് എന്തൊക്കെയോ ഭയങ്കരമായ കള്ളം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇയാൾക്ക് പണമാണ് ഏറ്റവും മുഖ്യം. പൈസ വേണം. ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് ആക്ഷൻ, എന്തെങ്കിലും ഉണ്ടാവുമോ. രണ്ട് കാർഡ് വന്നേ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും 7 ഓഫ് കപ്സും ആണ് വന്നത്. ഓക്കെ. നിങ്ങൾ ഈ വ്യക്തിയെ, കാരണം യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, എനിക്കറിയാം. പക്ഷേ നമ്മളിത് കാണുന്നത് പറയാം. ഞാനൊരു മീഡിയമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. യൂണിവേഴ്സാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന, ടേബിളിൽ കിട്ടുന്ന എനർജീസ് മാത്രമേ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറ്റെന്തോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നുകിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു പുരുഷനെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയിലേക്കോ കണ്ണു പോയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പൈസ. അത് മാത്രമേ ഉള്ളൂ ഇപ്പം മനസ്സിൽ. നെക്സ്റ്റ് ആക്ഷൻ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ കരിയറിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ തന്നെ പോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ടായതുകൊണ്ട് മറ്റൊരു സ്ത്രീയിലേക്കാവാം ഫോക്കസ്. ഓക്കെ. മാസ്കുലൈൻ എനർജി ഈ റീഡിങ്ങിൽ കൂടുതലാണ്. അപ്പോൾ ഫീമെയിൽസ് കൂടുതൽ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അധികം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങളിൽ നിന്ന് ഒരുപക്ഷെ കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ടാവാം. പൈസയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പോ. അതൊരു പാഷനേറ്റ് ആയിട്ട് നിന്നിരുന്ന സമയത്ത് അത് നേടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് കടക്കാനുള്ളൊരു ഉദ്ദേശമാണ്. എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്? അപ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിലെ അഡ്വൈസ് എന്താണെന്ന് നോക്കാം. എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സിന് തരുന്നത്? അപ്പോൾ ഈ വ്യക്തി ആക്ഷനൊന്നും എടുക്കില്ല. 8 ഓഫ് സോർഡ്സ്. നിങ്ങളിത് വെയിറ്റ് ചെയ്താലും ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് പോവും.
ഓക്കെ, കെട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥ. അതായത് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഒരു മാരേജിനെ പറ്റി ചിന്തിക്കാനോ ഒന്നും പറ്റില്ല ഇതിൽ വെയിറ്റ് ചെയ്തിരുന്നാലേ. ഓക്കെ, കാരണം അത്തരത്തിലുള്ളൊരു കാർഡാണ് വന്നത്. അനങ്ങാൻ പറ്റാത്ത പോലെ ഇങ്ങനെ ടോക്സിസിറ്റി കൂടുതലാണ്, ടോക്സിക് എലമെൻറ്റ്സ്. ഇപ്പോൾ തിരിച്ച് വന്നാലും നിങ്ങൾ അങ്ങോട്ട് പോയി ഒരു റിയൂണിയന് ശ്രമിച്ചാലും ഇത് മൊത്തത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, കാരണം ഒരുപാട് ഇപ്പോൾ ഇത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം എന്തായിരിക്കും, കരിയർ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവും. അവിടെ അട്രാക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കാണും. എനിക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ ഒരു ഫ്ലിങ് എന്നുള്ള രീതിയിൽ ബോറടിച്ചിരുന്നപ്പോൾ വന്ന ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നതായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയും ഈ പുള്ളി ഭയങ്കര തമാശയായിട്ടത് കാണുകയും ചെയ്തിരിക്കുക. നിങ്ങളിതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഹാപ്പിനെസ്സും ഫാമിലി, ഒന്നിച്ചൊരു ജീവിതം. പക്ഷേ ഇതൊരു സക്സസ്ഫുൾ ആവുന്ന ഒരു രീതിയിലേക്കല്ല ഇതിൻ്റെ പോക്ക്. യൂണിവേഴ്സൽ ഗൈഡൻസും അത് തന്നെയാണ്. ഓക്കെ, നിങ്ങളിതിനകത്ത് എത്ര വർക്ക് ചെയ്താലും ഇത് സക്സസ്ഫുൾ ആവില്ല, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതാണ് പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്. അപ്പം നമ്മൾ ഈ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോപ്പ് ഉണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യുക, അല്ല നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ? വെറുതെ നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മളെ അവസാനം ചീറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ആൾക്കാരങ്ങ് പോയി കളയും. അപ്പോൾ അതുകൊണ്ട് ഇൻ്റലിജൻ്റായിട്ട് ചിന്തിക്കുക, തീരുമാനങ്ങളെടുക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈലിലേക്ക് പോവാം. പൈൽ നമ്പർ 2, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തയുടെ റീഡിംഗ് ആണ്. ഇനി ഇവിടെ എന്താണ് കഥ നോക്കാം. കാർഡ്സ് പറക്കുകയാണ്. വൗ, ഓക്കെ. ഓക്കെ, ഇതൊരു ട്വിൻ ഫ്ലെയിം എനർജി പോലെയാണ് കിട്ടുന്നത്. ഓക്കെ, ട്വിൻ ഫ്ലെയിം എനർജി പോലെയാണ് കിട്ടുന്നത്. ടെമ്പറൻസ്, 2 ഓഫ് കപ്സ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എവ്രിതിങ് ഈസ് ഹിയർ. ഓക്കെ, പൈൽ നമ്പർ 2 ഇത് മറ്റൊരു കഥയാണ്. ഈ കഥയിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ട്വിൻ ഫ്ലെയിം ആണെന്ന് എനിക്കറിയില്ല. ഒരു 50% ആൾക്കാരെങ്കിലും ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം. കാരണം ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രം കാണുന്നതാണ്. കാരണം നമ്മുടെ ഒരു സോളിനെ എടുത്തിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു മറുപകുതിയാണ്. അപ്പോൾ അതെപ്പോഴായാലും യൂണിയനിലേക്ക് വരും. നിങ്ങൾ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യണ്ട. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. ഓക്കെ, പക്ഷേ ഇത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടും പെയിൻഫുള്ളായിട്ടും ഉള്ളൊരു കാര്യമാണ് ട്വിൻ ഫ്ലെയിം യൂണിയൻ എന്ന് പറയുന്നത്, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും.
ഓക്കെ, ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് തിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് ഒരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നിങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവാം. ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഹീൽ ചെയ്യാനോ, ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം ട്വിൻ ഫ്ലെയിംസ് ആയിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഓക്കെ, ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ആവാം. സൊസൈറ്റൽ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്പിരിച്വൽ ജേണിയിലേക്ക് പോകാനും സാധാരണ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിംസിൻ്റെ ജേണിയിൽ ഈ സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, അത് ചിലപ്പോൾ ട്വിൻ ഫ്ലെയിംസിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഉണ്ടാവാം. ആദ്യം പ്രത്യേകിച്ച് ഇനീഷ്യൽ ഫേസസിൽ, സ്റ്റാർട്ടിങ് ഫേസസിൽ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം. റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാവുക എന്ന് പറയുന്നത് ശരിക്കും ഈ ട്വിൻ ഫ്ലെയിം ചെയ്യുന്നത് നിങ്ങളുടെ കൺട്രോളിലല്ലെന്നേ. ഇത് കൺട്രോൾ ചെയ്യുന്നത് യൂണിവേഴ്സാണ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ കൺട്രോളിലാവുന്ന കാര്യമല്ലേ നമുക്കിത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചു നോക്കാം, അല്ലെങ്കിൽ തിരിച്ച് വിളിച്ച് നോക്കാം, അവൻ എടുക്കുമായിരിക്കും അല്ലെങ്കിൽ അവൾ എടുക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിന് പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളുടെ ഈ റീയൂണിയൻ്റെ സമയം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറല്ല, മുറുക്കി പിടിച്ചേക്കുക. കണ്ടോ, വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപോലെയാണെന്ന് വെച്ചാൽ ഫിസിക്കലി ഒരുപോലെ ആവണം എന്നില്ല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവാം. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവാം, ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവാം, കളർ ഡിഫറൻസ് ഉണ്ടാവാം, ഓക്കെ, ഏജ് ഗ്യാപ്പ് ഉണ്ടാവാം, ലുക്സിൽ തന്നെ ഭയങ്കര ഡിഫറൻസ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കാം, ചിലപ്പോൾ ഒരുപോലെ കഴിവുകളുള്ളവരായിരിക്കാം, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഡിഫറെൻ്റ് ആണ് എന്നാൽ സെയിം ആണ്. ഓക്കെ, ഭയങ്കര മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. ആദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടത് എങ്ങനെ ഈ കണക്ഷൻ എങ്ങനെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്ന് തന്നെ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുമോ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവാം. പിന്നെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലർ കൺഫ്യൂഷൻ ഉണ്ടാവും. കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയിട്ട് ഇത് ട്വിൻ ഫ്ലെയിം ആണോ എന്ന് തെറ്റിദ്ധരിക്കും. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആയിട്ട് നിയോഗിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി അവരുടെ ഉള്ളിൽ യൂണിവേഴ്സ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഇപ്പം പുറമേ നിന്നുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ ഇയാൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതല്ലേ, അല്ലെ ആ കുട്ടി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയല്ലേ, പിന്നെയും തിരിച്ചു വന്നപ്പോൾ നിങ്ങളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ് സത്യത്തിൽ, അല്ലേ? അപ്പം അതിനൊക്കെയുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഈ വക കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കാണിക്കണം. ആ ക്ഷമ കാണിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കാതെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കരിയർ നോക്കുക, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നന്നാക്കുക. ഓക്കെ, നല്ല ഡ്രസ്സ് ഇടുക, നല്ല ഹെയർ സ്റ്റൈലൊക്കെ ആക്കുക. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാമെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നേ. സാധാരണ ട്വിൻ ഫ്ലെയിംസിനകത്ത് മാനിഫെസ്റ്റേഷൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷൻസ് എങ്കിലുമൊക്കെ വേണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണുന്ന ഒരു റീഡിങ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഒന്നിപ്പിക്കും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതിനകത്ത് വേണ്ടി ഒന്നും ചെയ്യും, യു ഹാവ് ടു ഡു നത്തിങ്. അതാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ യൂണിയനായി കഴിയുമ്പോൾ പിന്നെ അത് ഭയങ്കര ഒരു ബോണ്ടായിരിക്കും. അതായത് ഈ പരസ്പരം നിയന്ത്രണാധീനരായി തീരുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ബോണ്ടായി മാറും അത്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തൂടെ, നിങ്ങൾക്കൊന്ന് പേഷ്യൻസ് കാണിച്ചൂടെ? ഓക്കെ,
കാരണം നിങ്ങൾക്കൊരിക്കലും അത് അല്ലാതെ കംപ്ലീറ്റ് ആവാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു സോളിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ, ബാക്കിയും കൂടെ വരണ്ടേ? വരണമല്ലോ. ഓക്കെ. അപ്പം ഞാനിവിടെ വന്ന സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരാൾ മാറിപ്പോയി, കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ആലോചിച്ചൊരു മെൻ്റൽ ഡിസോസ് ആവാനാണ് ഉദ്ദേശമെങ്കിൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ. നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല, നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ തന്നെ നിശ്ചയിക്കുന്നതെന്ന്. കുറച്ച് കാര്യങ്ങളിൽ അത് കറക്റ്റാണ്. അപ്പോൾ കോൺഫിഡൻസ് കീപ്പ് ചെയ്ത് പോവുക. ഓക്കെ. പ്രതീക്ഷ കൈവിടണ്ട. അപ്പം അതാണ് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്. എന്തോ റീഡിങ് പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ. നിങ്ങൾ ക്ഷമ കാണിച്ചേ പറ്റൂ. എന്നതിനോ വേറെ ഒന്നും ചെയ്യാൻ മാർഗ്ഗമില്ല കുട്ടികളെ. ഓക്കെ. യൂണിയൻ എന്തായാലും ഉണ്ടാവും. 10 ഓഫ് കപ്സ് കിട്ടുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ സമാധാനമായിട്ട് പിന്നെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് ബിലീഫ് സിസ്റ്റത്തിലാണുള്ളതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പം നമ്മളൊരു സെൽഫ് ഗ്രോത്തും കാര്യങ്ങളിലേക്ക് പോയില്ല എന്ന് വെച്ചാൽ ഈ യൂണിയന് താമസം ഉണ്ടാവും. ഓക്കെ. അപ്പം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണിക്കണ്ടേ ഞാൻ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തു, കണ്ടോ? അപ്പോൾ ആ ഒരു നല്ല സെൻസിന് വേണ്ടിയിട്ട് അത് ചിന്തിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ പൈൽ നമ്പർ 2ൻ്റെ റീഡിങ് ഇതായിരുന്നു. പൈൽ നമ്പർ 3ലേക്ക് പോകാം. ചവക്കാടൊക്കെ ഉണ്ടല്ലോ. അയ്യോ. ഇതാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കേസാണ് തേർഡ് പൈൽ എന്ന് പറയുന്നത്. ഫ്രാങ്ക്ലി ഒരു കാര്യം ചോദിച്ചോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണോ? ആണെങ്കിൽ നിങ്ങളിത് കേൾക്കുക. ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ. ഇപ്പം നിങ്ങൾ തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ഒരു മെൻ്റൽ ഗ്യാപ്പായിരിക്കാം, മാനസികമായിട്ടുള്ള അകൽച്ച. ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ നിയർ ബൈ എൻവയൺമെൻറ്റിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു 5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിനൊക്കെ അകത്ത്. ഓക്കെ. പക്ഷെ ഇപ്പോൾ അയാളൊരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടവർ മൊമെൻറ്റ് വരാൻ പോവാണ് അയാളുടെ ലൈഫിൽ. പക്ഷെ നിങ്ങളോടത് ഓപ്പൺ ചെയ്യുന്നില്ല. ഓപ്പൺ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. ക്യാഷോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് പ്രശ്നമാണ്. ഇത് നിങ്ങളുടെ സ്പൗസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ വ്യക്തിക്ക് നിങ്ങളെ ലീവ് ചെയ്ത് പോകാൻ പറ്റില്ല. അതാണ് ഇവിടെ കാണുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഇതിനകത്തൊരു ക്ലാരിറ്റി വേണം. ഓക്കെ. ലിസൺ. നിങ്ങളെ സംബന്ധിച്ച് ഇതിലൊരു ക്ലാരിറ്റി വേണം. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇതിലൊരു ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ലീവ് ചെയ്യാൻ പറ്റില്ല, വിട്ടു പോകാൻ പറ്റില്ല. ഒരു പുള്ളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് പ്രോപ്പറായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഇവിടെ ആവശ്യമാണ് കേട്ടോ.
അതായത് ഇതിന് കെട്ട് പിണഞ്ഞ് കിടക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. വിട്ടു പോരാൻ പറ്റുന്നുമില്ല, എന്നാട്ട് ഒന്നിക്കാനും പറ്റുന്നില്ല. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് കേൾക്കുമ്പോൾ അയ്യോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് അത് പല സാഹചര്യങ്ങൾ കൊണ്ടാവാം. ഇപ്പോൾ ഒരു വ്യക്തി വിവാഹം കഴിച്ചു, അയാളുടെ ആ ഫാമിലി ലൈഫിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളും കിട്ടുന്നില്ല, സമാധാനം പോലും കിട്ടാത്ത അവസ്ഥയിലുണ്ടാവാം. അപ്പോഴായിരിക്കാം മറ്റൊരു സ്നേഹം കിട്ടുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ. പിന്നെ ചിലർ പ്ലെയർ ലെവലിൽ നിൽക്കുന്ന, അതായത് ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് മാത്രം പോകുന്ന ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചല്ല ഇത് കേട്ടോ പറയുന്നത്. ഈ വ്യക്തി അയാളുടെ ഫാമിലി ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇതിനകത്തൊരു തീരുമാനം എത്തിയിട്ടില്ല. ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുണ്ട്. വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഒന്നും നോക്കാതെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കണമെന്നുണ്ട്. പക്ഷെ അന്നേരം ഒരു ഡിവോഴ്സ് നടക്കും. ഒരു ടവർ മൊമെൻ്റ് ഉറപ്പാണ്. പറഞ്ഞ് മനസ്സിലായോ? അല്ലെങ്കിൽ വൻ ചകട ഉറപ്പാണ്. ആകെ അടിപിടി, ബഹളം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എന്ന് നോക്കാം. കണ്ടോ, കൺഫ്യൂഷനാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെയും അയാളുടെ വൈഫ് അല്ല ഹസ്ബൻഡ് ആയിരിക്കുന്ന വ്യക്തിയും തമ്മിൽ. ഇങ്ങനെ അതിലൊരിടത്ത് തൂക്കം കൂടുതലാണ്. ഓക്കെ. ഈ വ്യക്തിക്ക് അത് വിട്ടിട്ട് പോരണം എന്നുണ്ട് കേട്ടോ. കാരണം പേജ് ഓഫ് വോൺസ്, പാഷൻ നിങ്ങളോടാണ്. നിങ്ങൾ വിട്ട് കളയാൻ പറ്റില്ല ഈ വ്യക്തിക്ക്. അതാണ് ഏസ് ഓഫ് കപ്സ്, ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങളോടും എനിക്ക് വെയിറ്റ് ചെയ്യാണ് പറയാനുള്ളത്. ഓക്കെ. എടുത്ത് ചാടി തീരുമാനമൊന്നും എടുക്കണ്ട, നമുക്ക് നോക്കാം യൂണിവേഴ്സിൽ നിന്ന് എന്ത് മെസ്സേജാണ്, ഗൈഡൻസ് എന്താണ്. ഹൈ പ്രീസ്റ്റസ്. ഇൻറ്റ്യൂട്ടീവ് ആവുക. നിങ്ങൾക്കറിയാം എന്ത് തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സും തന്നിട്ടുണ്ട് ദൈവം. അപ്പോൾ അതിനെ അനുസരിക്കുക, അതിനെ ബിലീവ് ചെയ്യുക. അതാണ് ആദ്യം വേണ്ടത്. ഓക്കെ. അതിനനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് മാറും. പക്ഷേ കുറച്ചൊരു പേഷ്യൻസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 3യുടെ റീഡിങ്. അപ്പോൾ ഞാൻ ഈ റീഡിങ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.